കേരളവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ സർക്കാർ കടന്നിരിക്കുകയാണ്. ഇന്ന് വലിയ തോതിൽ ആത്മവിശ്വാസത്തിലും വലിയ ആഹ്ലാദത്തിലുമാണ് സമരസമിതി. നമ്മോടൊപ്പം ചേരുന്നത് സമരസമിതി ഭാരവാഹിയായ ശ്രീ രാജീവാണ്. ശ്രീ രാജീവ്, എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ തീരുമാനം പുറത്തു വരുമ്പോൾ? എത്രമാത്രം സന്തോഷത്തിലാണ്, എത്രമാത്രം പ്രതീക്ഷയിലാണ്? തീർച്ചയായും സമരസമിതി അംഗങ്ങൾ വലിയ സന്തോഷത്തിലാണ്. അംഗങ്ങൾ മാത്രമല്ല, ഇതിനോട് സഹകരിച്ച പുറത്തുള്ള മറ്റ് ഇരകളല്ലാത്ത ആളുകളും സമരസമിതിക്ക് പുറത്തുള്ള ആളുകളും എല്ലാം വലിയ സന്തോഷത്തിലാണ്. ഞങ്ങൾ സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഈ സാഹചര്യത്തിൽ. എങ്ങനെയാണ് ഈ തീരുമാനം, ഏതൊക്കെ തരത്തിലായിരുന്നു? കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എങ്ങനെയായിരിക്കാം ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ ഈ നിർണായക തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ അത് എത്രമാത്രം ആശ്വാസമാണ് നൽകുന്നത്? ഏകദേശം 7 വർഷമാകുകയാണ്. കാരണം 2020 ഈ പദ്ധതിയുടെ ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാകുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ 2019 തന്നെ ഇതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അന്ന് തൊട്ടേ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. ആ ലെവലിലുള്ള സമരം ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ പദ്ധതി ലോഞ്ച് ചെയ്തു. പിന്നീട് നോട്ടിഫിക്കേഷൻ, ഭൂമി ഏറ്റെടുക്കാൻ 21 നോട്ടിഫിക്കേഷൻ ഇറക്കി. അതിനെ തുടർന്നാണ് ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് വരുന്നത്. പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അതിനെല്ലാം വളരെ ജനാധിപത്യപരമായി ഞങ്ങൾ നേരിടുകയും അതിലൂടെ വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് ഇത് വരികയും ബഹുജനങ്ങൾ കൂടുതൽ ഈ സമരത്തെ പിന്തുണച്ച് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് മുൻ സർക്കാരിന് പദ്ധതി തൽക്കാലത്തേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നത്. പക്ഷേ അവർ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ള സൂചന ഇടയ്ക്കിടയ്ക്ക് തരുന്ന രീതിയിൽ പദ്ധതി വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള UDF-ൻ്റെ നേതാക്കൾ ഞങ്ങളുടെ സമരത്തിൽ സഹകരിച്ചിരുന്നവരാണ്. വേദികളിലെല്ലാം വന്ന് ഈ പദ്ധതിക്കെതിരായി നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചത്. ആ നിവേദനത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ഡിമാൻഡുകൾ എല്ലാം തന്നെ നേടി എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഉത്തരവ്, ഇത് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതിനെതിരായി ഉത്തരവിറങ്ങും. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഉത്തരവിറങ്ങും. അതുപോലെ തന്നെ കേസുകൾ പിൻവലിക്കാനുള്ള അതിൻ്റെ തീരുമാനമുണ്ടാകും. മറ്റൊന്ന്, മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും അവശേഷിക്കുന്നിടത്തുനിന്ന് നീക്കം ചെയ്യാനായി റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തും. തുടങ്ങിയുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ രാജീവ്. വലിയ പ്രതീക്ഷയിലാണ് സമരസമിതി നേതാക്കളും. കേരളവുമായി ബന്ധപ്പെട്ട എത്രമാത്രം ഈ വിഷയങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു, അത്രമാത്രം അനുഭവിച്ചു എന്ന് ഇവർ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ.